അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന പച്ചമാങ്ങ ചേർത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലൻ റെസിപ്പിയാണ്. വേറൊന്നുമല്ല, ഒരു മീൻകറിയാണ്. പച്ചമാങ്ങ ചേർത്തിട്ടുള്ള മീൻകറിയാണിത്. ഈ മാങ്ങയുടെ സീസണിലല്ലേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള പച്ചമാങ്ങ ചേർത്തിട്ടുള്ള റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് പച്ചമാങ്ങയും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ടുള്ള ചമ്മന്തി. അതുപോലെ തന്നെ ട്രൈ ചെയ്യേണ്ട ഒരു വിഭവമാണ് പച്ചമാങ്ങ ചേർത്തിട്ടുള്ള മീൻകറി. കിടിലൻ റെസിപ്പി ആട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇവ രണ്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ ചേർത്തിട്ടുള്ള മീൻകറിയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മീൻകറിയുടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ പച്ചമാങ്ങ ചേർത്തിട്ടുള്ള മീൻകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ ഇനി നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഉലുവ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം കേട്ടോ. ഉലുവ ഒന്ന് റോസ്റ്റ് വരട്ടെ. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഞാനിവിടെ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ പച്ചമുളക് എടുക്കുക, ഒരു 2 എണ്ണമൊക്കെ എടുത്താൽ മതി. അതുപോലെ ഒരു 1/2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10ഓളം ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് പാനിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകമാണിത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി കേട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല മയത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് മാങ്ങ സ്ലൈസ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2 മാങ്ങ എടുത്തിട്ടുള്ളത്. ഈ മാങ്ങ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ മാങ്ങ നമുക്ക് പീൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ തൊലിയോടുകൂടെ തന്നെ ഉപയോഗിക്കാം. എനിക്ക് ഈ കറിയിൽ തൊലിയോടുകൂടെയുള്ള മാങ്ങയായിട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ തൊലിയോടുകൂടെ തന്നെ ചേർക്കുകയാണ്. സ്ലൈസ് ചെയ്ത് ചേർത്താൽ മതി. ഇതുപോലെ നമുക്ക് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ചേർക്കാം. ഇനി തൊലി പറ്റാത്തവർക്ക് തൊലി കളയാട്ടോ. തൊലി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ തൊലിയോടുകൂടെ ചേർത്താനുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞു പോയില്ല മാങ്ങ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 മാങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലോട്ട് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അരപ്പ് കൂടെ ചേർക്കാം. ഈ കറിയിൽ ഞാൻ മല്ലി ചേർത്തിട്ടില്ല. ഇനി മല്ലി വേണമെന്നുള്ളവർക്ക് മല്ലി ഉപയോഗിക്കാം കേട്ടോ. നല്ല മയത്തിൽ തന്നെ അരച്ചെടുത്തതാണിത്. ഈ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ തേങ്ങയുടെ അരപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ പാനിലോട്ട് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിള വരട്ടെ കേട്ടോ. അപ്പോൾ വേണം നമുക്ക് മീൻ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഒന്നിങ്ങനെ തിള വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ചേർക്കാം. ഇവിടെ ഞാൻ പല ടൈപ്പ് മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ട്യൂണയാണ്. ട്യൂണയുടെ പീസുകളുണ്ട് ഇതിൽ. അതുപോലെ തന്നെ മത്തിയുണ്ട്. മത്തി 3-4 മത്തിയുണ്ട്. ഇത് നമ്മുടെ മീൻകാരന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സഡായിട്ട് കുറച്ച് മീനൊക്കെ തരും. ഏതെങ്കിലും ഒരു മീൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തരണം കേട്ടോ. അല്ല ട്യൂണയുടെ തലയുണ്ട് കേട്ടോ. തലയുടെ ഇത് 2 തലയുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് കോമ്പിനേഷനാണിത്. അപ്പോൾ നമുക്ക് ഈ മീനിനെ പാനിലോട്ട് ചേർക്കാം. നന്നായിട്ട് തിളച്ച കറിയിലോട്ട് തന്നെ ചേർക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി കറി നല്ല തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുക്കാം. അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസസ് ആണ് കേട്ടോ. ചിലവർക്ക് നല്ല ലൂസായിട്ടുള്ള കറി വേണം, ചിലർക്ക് കുറച്ച് തിക്കായിട്ടുള്ള കറി വേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എനിക്ക് തിക്കായിട്ടുള്ള കറിയാണ് ഇഷ്ടം. അങ്ങനെ തിക്കായിട്ടുള്ള കറി ഉണ്ടാക്കുമ്പോഴും ആ കറിക്ക് പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇനി നമ്മുടെ കറി തിളച്ച് വരട്ടെ. ഒന്നുകൂടെ ഈ മീനൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുകൂടെ തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്താൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ഒന്ന് ചുഴറ്റി കൊടുത്താലും മതി. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടല്ലേ ഉള്ളൂ. ഇനി ഇത് ഇരുന്നിട്ട് നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ. 10-20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴേക്കിനും കുക്കായി വരും നമ്മുടെ മീൻ. അപ്പോൾ നല്ല സൂപ്പർ ഗ്രേവിയൊക്കെ ആയിട്ട് വരും. നമ്മുടെ കറി എന്താണെന്ന് നോക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റോളം ആയിട്ടത്. നല്ല കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. നമ്മുടെ മാങ്ങയൊക്കെ ഉടഞ്ഞു പോട്ടും. ഇനി ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ തൊലിയോടുകൂടെ തന്നെ മാങ്ങ ചേർത്തത്. അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളകാണിത്. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മീൻകറിയല്ലേ, കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് ചുഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അടച്ചു വയ്ക്കാം.
അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ പച്ചമാങ്ങ ചേർത്തിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. എത്രത്തോളം സമയം നമ്മുടെ കറി വെക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇത് ടേസ്റ്റ് കൂടും കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള കറിയാണെങ്കിൽ രാവിലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ രാത്രിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഏത് ടൈപ്പ് മീൻകറി അങ്ങനെ തന്നെയാണ്, പക്ഷേ ഈ പച്ചമാങ്ങ ചേർത്ത മീൻകറി ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മുടെ ആവി പറക്കുന്ന പച്ചമാങ്ങ ചേർത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങ ഉണ്ടാകുന്ന സീസണിൽ മാങ്ങ ചേർത്തിട്ടുള്ള വിഭവങ്ങളിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി ആട്ടോ ഈ പച്ചമാങ്ങ ചേർത്ത മീൻകറി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.